ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ്. മിൻറ്റിൻ്റെ പുതിയൊരു സെക്ഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് മിൻറ്റിൻ്റെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പ്രിലിമിനറി പരീക്ഷയെ അടിസ്ഥാനമാക്കി നമ്മളിപ്പോൾ 15 ദിവസത്തെ ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്യുകയാണല്ലോ. അതിൽ ടെസ്റ്റ് ഓഫ് റീസണിങ്ങിൻ്റെ അനദർ സെക്ഷനായ സീരീസ് എന്ന് പറയുന്ന സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ സീരീസ് എന്ന സെക്ഷൻ നല്ല ആക്റ്റീവായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമുക്കൊന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നോക്കിയേ. എന്താണ് 3, 7, 15, 31 അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത വാല്യൂ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഇത് സീരീസ് ആണ്. അപ്പോൾ ഇതിനെന്തോ ഒരു റിലേഷൻ ഉണ്ടാവും. ഇപ്പം 3 കഴിഞ്ഞാൽ 7, 7 കഴിഞ്ഞാൽ 15, 15 കഴിഞ്ഞാൽ 31. എങ്ങനെയാണ് 3ഉം 7ഉം ആയിട്ട് കണക്ട് ചെയ്യുന്നത്? നമുക്ക് എഴുതാം. എങ്ങനെ? 3 × 2 എത്രയാണ്? 6 + 1 എത്രയാണ്? 7. ഓക്കെ, ഇനി അടുത്തതോ 7 × 2 14ഉം 1ഉം 15. ഓക്കെ, 15 × 2 + 1 എത്രയാണ്? 31. ഇനി നമ്മളോട് അടുത്ത വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്യും? 31 × 2 + 1 എത്രയാണ്? 31 2 62. 62ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 63. സോ 63 ആണ് അടുത്ത വാല്യൂ. ഓക്കെ, അപ്പം ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 1, 5, 13, 29 അങ്ങനെ പോവുകയാണ്. എങ്കിൽ 29 കഴിഞ്ഞിട്ടുള്ള അടുത്ത വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണിത്? 1ഉം 5ഉം തമ്മിലുള്ള റിലേഷൻ എന്താണ്? നമുക്കിപ്പോൾ നോക്കാം. 5, 2, 10, 3, 13 അല്ലേ. അതേപോലെ 1 × 2 2ഉം 3 എത്രയാണ്? 5. ആ ഒരു റിലേഷൻ ആവല്ലോ. 1 × 2 2 + 3 എത്രയാണ്? 5. അടുത്തതോ 5 × 2 10 + 3 13. അടുത്തതോ 13 × 2 26 + 3 29. 29 × 2 എത്രയാണ്? 58. 3ഉം 61. 61 ആണ് അടുത്ത വാല്യൂ അല്ലേ. 29 2 58ഉം 3ഉം 61. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ. 0.5, അടുത്തത് 1.5, പിന്നെയോ 4.5. അടുത്തത് ഏതാ നോക്കിയേ. ഇതിൽ പോയിന്റ് നോക്കണ്ട. 5 × 3 15, 15 3 45 അല്ലേ. ആ ഒരു മോഡലാണല്ലോ പോകുന്നത്. അപ്പൊ ഇതിനെ ഏതുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഓരോ സംഖ്യയും 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 0.5 × 3 എത്രയാണ്? 1.5. ഇനിയോ 1.5 × 3 എത്രയാണ്? 4.5. ദെൻ 4.5 × 3 എത്രയാണ്? 5 3 15, 4 3 12, 1 13. 135. 13.5 ആണ് അടുത്ത സംഖ്യ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 169, 144, 121, 100 ഇങ്ങനെ കുറഞ്ഞാണ് വരുന്നത്. നമുക്കതറിയാം. 169ൻ്റെ 100 എന്ന് പറയുന്നത് എന്തിൻ്റെ സ്ക്വയർ ആണ്. ഇതൊരു സ്ക്വയർ വാല്യൂ എന്ന് വേഗം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അല്ലേ. 10, 11, 12, 13. 13ൻ്റെ സ്ക്വയർ ആണല്ലോ 169 അല്ലേ. നമ്മൾ കഴിഞ്ഞ ദിവസം സ്ക്വയർ കാണാനുള്ള ട്രിക്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു അത്? 3ൻ്റെ സ്ക്വയർ 0.9. 1ൻ്റെ സ്ക്വയറോ 1 തന്നെ. സോ 1 × 3 3. 3ൻ്റെ ഇരട്ടി എത്രയാണ്? 3ൻ്റെ ഇരട്ടി 6. സോ 169. ആ 169 ആണല്ലോ ഇത്. അപ്പൊ ഇതെന്താണ്? 12ൻ്റെ സ്ക്വയർ അല്ലേ. 12ൻ്റെ സ്ക്വയർ നമുക്കറിയാം 144. 11ൻ്റെ സ്ക്വയറോ 121. ഇനി 10ൻ്റെ സ്ക്വയർ എന്താണ്? 100. അപ്പൊ അടുത്തത് എന്തിൻ്റെതായിരിക്കും? 9ൻ്റെ സ്ക്വയർ. 9ൻ്റെ സ്ക്വയർ എത്രയാണ്? 81 അല്ലേ. 9 × 9 81. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. A, P, C, Q, E, R, G
ഇങ്ങനെയാണ് പോകുന്നത്. അടുത്ത 2 ലെറ്റേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, എ, ബി ഇല്ല, സി, ഡി ഇല്ല, ഇ, എഫ് ഇല്ല, ജി, പിന്നെയോ എച്ച് ഉണ്ടാവില്ല, ഇത്രയും ഉണ്ടാവും ഐ അല്ലേ. ഇനി ഇവിടെ നോക്കിയേ, പി, ക്യു, ആർ, എസ്. സോ ദ ആൻസർ ഈസ് എസ്, ഐ അല്ലേ. എ കഴിഞ്ഞിട്ട് സി, സി കഴിഞ്ഞിട്ട് ഇ കഴിഞ്ഞിട്ട് ജി കഴിഞ്ഞിട്ട് ഐ. അതേപോലെ പിന്നെയോ 2 സീരീസ് തമ്മിൽ ക്ലബ് ചെയ്തിട്ടാണ് ഈ ഒരു സീരീസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ നോക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം എങ്ങനെയാണ്. അപ്പം നിങ്ങൾ സീരീസ് തമ്മിൽ എന്തൊക്കെ റിലേഷൻ വരുന്ന നമ്മൾ തിങ്ക് ചെയ്യണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇവിടെ എന്താ, FLU എന്ന് പറയുന്ന ഒരു സെറ്റ്, GMV എന്ന് പറയുന്ന അടുത്തൊരു സെറ്റ്, HNW എന്ന് പറയുന്ന അടുത്തൊരു സെറ്റ്, IOX എന്ന് പറയുന്ന അടുത്തൊരു സെറ്റ്. ഇനി നമ്മളോട് ചോദിച്ചത് അടുത്തത് എന്താണ്, അടുത്ത സെറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ FGHI, അടുത്തത് എന്തായിരിക്കും, J അല്ലേ. അതുപോലെ നോക്കിയേ, LMNOP, UVWXY. സോ ദ ആൻസർ ഈസ് JPY എന്ന വാല്യൂ ആണ് അടുത്ത സെറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, 121, 144, 289, 324, 529, 576. നമുക്ക് എന്തൊക്കെ അറിയാം, 11ന്റെ സ്ക്വയർ ആണ് എന്ത്, 121. ഓക്കെ, 12ന്റെ സ്ക്വയർ ആണ് എന്ത്, 144. 289 ഏതിന്റെ സ്ക്വയർ ആണ്, 17ന്റെ സ്ക്വയർ ആണ്. 17ന്റെ സ്ക്വയർ ആണ് 289. പിന്നെയോ 324 എന്ന് പറഞ്ഞാലോ 18ന്റെ സ്ക്വയർ അല്ലേ. ഇനിയോ 529 എന്ന് പറഞ്ഞാൽ എത്രേന്റെ സ്ക്വയർ ആണ്, 23ന്റെ സ്ക്വയർ ആണ്. 529. ഇനിയോ 576 എന്ന് പറഞ്ഞാലോ 24ന്റെ സ്ക്വയർ, 576 അല്ലേ. നോക്കിയേ, 11ഉം 12ഉം കഴിഞ്ഞിട്ട് നോക്കിക്കോ, 11 സ്ക്വയർ, 12 സ്ക്വയർ, 17 സ്ക്വയർ, 18 സ്ക്വയർ, 23 സ്ക്വയർ, 24 സ്ക്വയർ. നോക്കിയേ, 11ഉം 1ഉം 12, 12ഉം 5ഉം 17, 17ഉം 1ഉം 18, 18ഉം 5ഉം 23, 23ഉം 1ഉം 24, 24ഉം 5ന്റെ സ്ക്വയർ ആണ് എന്ത്, 24ന്റെ കൂടെ 5 കൂട്ടി എത്ര, 29ന്റെ സ്ക്വയർ ആണ് ഇവിടെ വരേണ്ടത്. 29ന്റെ സ്ക്വയർ എങ്ങനെ കാണും, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ്, 9ന്റെ സ്ക്വയർ 81, 2ന്റെ സ്ക്വയറോ 04 അല്ലെങ്കിൽ 4 എഴുതാം. ഇനിയോ 2ഉം 9ഉം എത്രയാണ്, 18, 18ന്റെ ഇരട്ടി എത്രയാണ്, 36 അല്ലേ. 1, 8, 6, 14, 4, 3, 7, 1, 8 അല്ലേ, 841. സോ ദ ആൻസർ ഈസ് 841. ഓക്കെ അല്ലേ. 29ന്റെ സ്ക്വയർ എന്താണ് പറഞ്ഞേ, 9ന്റെ സ്ക്വയർ 81, 2ന്റെ സ്ക്വയർ 04, 2 × 9 18, 18 + 18 36, 841 ആണ് ഇവിടുത്തെ വാല്യൂ. ഓക്കെ, നോക്കിയോ, 11, 12, അത് കഴിഞ്ഞിട്ട് വീണ്ടും എത്രയാണ് വരുന്നത്, ഇത് 17 ആണ്, 18, 23, 24, 24ന്റെ കൂടെ എത്ര കൂട്ടണം, 5 കൂട്ടണം, 29, 29ന്റെ സ്ക്വയർ ആണ് അവിടുത്തെ വാല്യൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കോ, ABDGK അടുത്ത വാല്യൂ എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത്. എ എത്രാമത്തെ വാല്യൂ, 1, B 2, C 4, G 7, K 11. ഓക്കെ, ഇത് തമ്മിലുള്ള റിലേഷൻ എന്താണ്, 1, 2, 4, 7, 11 ഇങ്ങനെ പോവുകയാണെങ്കിൽ എങ്ങനെയാണ്, 1ഉം 1ഉം 2, 2, 2, 4, 4ഉം 3ഉം 7, 7ഉം 4ഉം
11, 11 5 16. ഇംഗ്ലീഷ് ലെറ്ററിലെ 16ാമത്തെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 16ാമത്തെ ലെറ്റർ ഏതാണ്? പി ആണ്. സോ ദ ആൻസർ ഈസ് പി. നമുക്ക് ഏതാണ് ആൻസർ? പി ആണ് അല്ലേ? 1 2 3 4 5 അങ്ങനെ ആഡ് ചെയ്ത് പോവാണ്. സോ എയുടെ കൂടെ 1 കൂട്ടിയാൽ ബി ആയി, ബിയുടെ കൂടെ 2 കൂട്ടിയാൽ ഡി ആയി, ഡിയുടെ കൂടെ 3 കൂട്ടിയാൽ ജി ആയി, ജിയുടെ കൂടെ 4 കൂട്ടിയാൽ കെ ആയി, കെയുടെ കൂടെ 5 കൂട്ടിയാൽ എത്രയാണ്? പി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ സി ബി ഡി സി ഇ ഡി എഫ് ഇ ജി, അടുത്ത ആ ഒരു സീരീസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, എ ബി സി ഡി ഇ, അപ്പം അടുത്ത എന്തായിരിക്കും? എഫ്. ഇനിയോ സി ഡി ഇ എഫ് ജി എച്ച്, എഫ് എച്ച് ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ സെഡ് എൻ ബി വൈ പി സി എക്സ് ആർ ഡി ഡബ്ല്യു ടി, അടുത്ത സെറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് എങ്ങനെ നോക്കാം? ഇതേപോലെ എ ബി ബി സി സി ഡി, ഇനി എന്താണ്? ഇ. 1 കിട്ടി, ഇ. ഇനിയോ ഇത് റിവേഴ്സ് ആണ് പോകുന്നത്. സെഡ് കഴിഞ്ഞ് വൈ, വൈ കഴിഞ്ഞ് എക്സ്, എക്സ് കഴിഞ്ഞ് ഡബ്ല്യു, ഡബ്ല്യു കഴിഞ്ഞാൽ ഏതാണ്? വി അല്ലേ? വി കഴിഞ്ഞിട്ടാണല്ലോ ഡബ്ല്യു, സോ വി. ഇനിയോ എൻ, ഒ പോയി, പി, ക്യു, ആർ, എസ്, ടി, യു, വി. ഇ വി വി ആണ് അടുത്ത സെറ്റ്. ഇ വി വി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് നമ്പർ ഷുഡ് കം നെക്സ്റ്റ്? വാട്ട് നമ്പർ ഷുഡ് കം നെക്സ്റ്റ്? എന്താ സീരീസ് വന്നിരിക്കുന്നത്? എം എൻ ഒ എ ബി സി പി ക്യു ആർ ഡി ഇ എഫ് എസ് ടി യു അങ്ങനെ പോകുന്നത്. അപ്പം നമുക്ക് 3 എണ്ണം വെച്ചിട്ട് എന്ത് ചെയ്യാം? ഒരു സീരീസ് സെറ്റ് ചെയ്യാം. എം എൻ ഒ, ദെൻ എ ബി സി, പി ക്യു ആർ, ഡി ഇ എഫ് എസ് ടി യു, അങ്ങനെയാണ് പോകുന്നത് അല്ലേ? അപ്പം ഇനി നമുക്കതൊന്ന് നോക്കാം. എന്താണ്? എം എൻ ഒ കഴിഞ്ഞിട്ട് പി ക്യു ആർ എസ് ടി യു, പിന്നെ ഇവിടെ വരേണ്ടത് എന്താണ്? വി ഡബ്ല്യു എക്സ്, ഇവിടെ വരേണ്ടത് ഇതല്ല, ഇവിടെ വരേണ്ടത്. ഇനി ഇവിടെയോ എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ, സോ ദ ആൻസർ ഈസ് ജി എച്ച് ഐ. ഓക്കെ അല്ലേ? 2 സീരീസ് ഉണ്ട്, 2 സെറ്റായിട്ടാണ് ആ ലെറ്റേഴ്സ് ക്ലബ് ചെയ്ത് പോയിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഡി ഇ എഫ് ഉണ്ട്, അത് കഴിഞ്ഞിട്ടുള്ള ജി എച്ച് ഐ എന്ന് പറയുന്നതാണ് അടുത്ത സെറ്റ്. ഓക്കെ, നെക്സ്റ്റ്. വാട്ട് ഷുഡ് കം നെക്സ്റ്റ് ഇൻ ദ ഫോളോയിങ് ലെറ്റർ സീരീസ്? ഈ ലെറ്റർ സീരീസിലെ അടുത്ത ലെറ്റർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ലെറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, ബി, പിന്നെയോ ബി കഴിഞ്ഞിട്ട് ബി സി, ബി സി ഡി, ബി സി ഡി ഇ വന്നു, ബി സി ഡി ഇ എഫ് വന്നു, ബി സി ഡി ഇ എഫ് ജി വന്നു, ബി സി ഡി ഇ എഫ് ജി കഴിഞ്ഞാൽ എച്ച്, സോ എച്ച്, എച്ച് ആണ് അടുത്ത ലെറ്റർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സി ജി ഡബ്ല്യു എം ക്യു ഡാഷ് വൈ ഇ, ഇങ്ങനെയാണ് നമുക്ക് ആ സീരീസ് തന്നിരിക്കുന്നത്. നമ്മൾ നോക്കിക്കോ എന്തൊക്കെയാണ്? എ ബി ഇല്ല, സി ഡി ഇ എഫ് കഴിഞ്ഞിട്ട് ജി അല്ലേ? ഇത് നോക്കിയേ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കിട്ടില്ല. അപ്പം എന്ത് ചെയ്യണം? നമുക്ക് ക്ലബ് ചെയ്ത് പോവാം. എ സി ജി ഡബ്ല്യു എം ക്യു വൈ ഇ അല്ലേ? എ എത്രാമത്തെ ലെറ്ററാ? 1. ജി എത്രാമത്തെ ലെറ്ററാ? 7. എം 13. അറിയില്ല നമുക്കിവിടെ ഏതാണ് വാല്യൂ എന്ന്. വൈ എത്രാമത്തെ ലെറ്ററാ? 25. അതേപോലെ സി എത്രാമത്തെ ലെറ്ററാ? 3. പിന്നെയോ 23. ഇത് 17. ഇത് 5 അല്ലേ? ഇതാണല്ലോ നമുക്ക് തന്നിരിക്കുന്നത്. 1ന്റെ കൂടെ 6 കൂട്ടിയാൽ എന്തായി? 7 ആയി. 7ന്റെ കൂടെ 6 കൂട്ടിയാൽ എത്രയായി? 13. 13ന്റെ കൂടെ 6 കൂട്ടിയാൽ എത്രയായി? 19. 19ാമത്തെ ലെറ്റർ ഇംഗ്ലീഷിൽ ഏതാണ്? എസ്. എസ് ആണ് 19ാമത്തെ ലെറ്റർ. ഇനിയോ നോക്കിയേ,
3 3ന്ന് 23 ആവണമെങ്കിൽ എത്ര കുറയ്ക്കണം? 6 കുറയ്ക്കണം അല്ലേ? നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോൾ സി കഴിഞ്ഞു, പിന്നെ ബി, എ, പിന്നെയോ സെഡ്, വൈ, എക്സ്, ഇങ്ങനെയാണല്ലോ പോകുന്നത് അല്ലേ? എക്സ്, പിന്നെയോ ഡബ്ല്യു, വി, യു, ടി എക്സെട്ര. ഓക്കെ, ഇവിടെ സി തന്നിട്ടുണ്ട്. സി ഇവിടെ ഉണ്ട്. 1 2 3 4 5 അല്ലേ? 6ാമത്തെ ലെറ്റർ ആണ് ഡബ്ല്യു. 6 അല്ലേ ഇത്? ഇനി 23ന്ന് 6 കുറച്ചാൽ എത്രയാണ്? 17. 17ന്ന് 6 കുറച്ചാൽ എത്രയാണ്? 17ന്ന് 6 11. 11ാമത്തെ ലെറ്റർ ഏതാ? 11ാമത്തെ ലെറ്റർ കെ ആണ്. 11ാമത്തെ ലെറ്റർ അല്ലേ? ഇനി നോക്കിയോ, ഇത് നമുക്ക് ശരിയാണോ എന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യാ? 19ന്റെ കൂടെ 6 കൂട്ടിയാൽ എന്തായി? 25. 25ാമത്തെ ലെറ്റർ വൈ ആണ്. അതേപോലെ 11ന്ന് 6 കുറച്ചാൽ എത്രയാണ്? 5. 5ാമത്തെ ലെറ്റർ ഇ ആണ്. സോ ദ ആൻസർ ഈസ് എസ് കെ. എസ് കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഡി കെ എം എഫ് ജെ പി എച്ച് ഐ എസ് ജെ എച്ച് വി അടുത്ത സെറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത സീരീസിലെ നെക്സ്റ്റ് വാല്യൂസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എങ്ങനെയാണ്? ഡി, ഇ ഇല്ല, എഫ്, ജി ഇല്ല, എച്ച്, ഐ ഇല്ല, ജെ, കെ ഇല്ല, എൽ അല്ലേ? എൽ. ഇനിയോ ഇത് റിവേഴ്സിലാണ് പോകുന്നത്. കെയുടെ ബാക്കിലാണ് ജെ, ജെയുടെ തൊട്ട ബാക്കിലെ നമ്പറാണ് ഐ, ഐയുടെ ബാക്കിൽ എച്ച്, എച്ചിന്റെ ബാക്കിൽ ആരാണ്? ജി ആണ് അല്ലേ? ജി, എച്ച്, ഐ, ജെ, കെ. ഇനി എം, എന്നില്ല, എം ഉണ്ട്, എന്നും ഓയും ഇല്ല, പി, ക്യു, ആർ ഇല്ല, എസ്, ടി, യു ഇല്ല, വി, ഡബ്ല്യും എക്സും ഇല്ല, പിന്നെ ആരുള്ളത്? ഡബ്ല്യു എക്സും കഴിഞ്ഞിട്ട് വൈ അല്ലേ? ഓക്കെ, ഇത് നമുക്ക് ഒന്നുകൂടി നോക്കാം. നോക്കിക്കോളൂ. നമുക്ക് എങ്ങനെയാണ് തന്നിരിക്കുന്നത്? ഡി കെ എം എഫ് ജെ പി എച്ച് ഐ എസ് ജെ എച്ച് വി അടുത്ത സെറ്റാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഡി ഇ ഒഴിവാക്കി എഫ് എഴുതി അല്ലേ? ഇനിയോ ജി ഒഴിവാക്കി ആരെഴുതി? എച്ച് എഴുതി. എച്ച് കഴിഞ്ഞിട്ട് ഐ ഒഴിവാക്കിയിട്ട് ജെ ഇവിടെ എഴുതി അല്ലേ? ഇപ്പൊ ജെ കഴിഞ്ഞാൽ കെയിന് ഒഴിവാക്കണം, എന്നിട്ട് എന്ത് എഴുതണം? എൽ എഴുതണം. ഏതാ ലെറ്റർ? എൽ. ഇനി അടുത്ത നോക്കിയേ, കെ എത്ര? 11ാമത്തെ ലെറ്ററാ. ജെ 10, പിന്നെയോ 9 ആര്? ഐ. എച്ച് 8, 7ാമത്തെ ലെറ്റർ ആരാണ്? ജി ആണ്. ജി ആണ് 7ാമത്തെ ലെറ്റർ. ഇനി ഇത് നോക്കിയേ, എമ്മിൻ്റെ എം കഴിഞ്ഞു, എൻ ഒ എഴുതിയില്ല, പി എഴുതി, പിന്നെയോ ക്യു ആർ എഴുതിയില്ല, എസ് എഴുതി, പിന്നെയോ ടി യു എഴുതിയില്ല, വി, പിന്നെയോ ഡബ്ല്യും എക്സും എഴുതിയില്ല, പിന്നെ ആരെഴുതി? വൈ. സോ എൽ ജി വൈ. ഓക്കെ, അടുത്ത് നോക്കിയേ, എ എഫ് ജെ ഒ അടുത്ത 2 നമ്പേഴ്സ് ആരൊക്കെയാണെന്ന്. അപ്പൊ നോക്കിക്കോ, എ എഫ് ജെ ഒ. എ 1, എഫ് എത്രാമത്തെ ലെറ്ററാ? 6ാമത്തെ ലെറ്റർ. ജെ എത്രാമത്തെ ലെറ്ററാ? 10ാമത്തെ ലെറ്റർ. ഒ 15ാമത്തെ ലെറ്റർ അല്ലേ? അടുത്ത 2 ആരൊക്കെയാണെന്ന് നോക്കിയത്. നോക്കിയേ, ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 2 രീതിയിൽ നമുക്കിത് എഴുതാം. എങ്ങനെയൊക്കെയാണ്? എ കഴിഞ്ഞിട്ട് എന്തായി? 5 ലെറ്റർ ഒഴിവാക്കിയിട്ടാണ് 6ാമത്തെ എഴുതിയത്. പിന്നെയോ 6ന്ന് 10 ആവാൻ എത്ര? 4 ലെറ്റർ ഒഴിവാക്കി, പിന്നെയോ വീണ്ടും 5. അപ്പൊ അടുത്ത എന്തായിരിക്കും? 4 ലെറ്റർ. 15ഉം 4ഉം എത്രയാണ്? 19. 19ാമത്തെ ലെറ്റർ ഏതാണ്? എസ്. എസ് ആണ് 19ാമത്തെ ലെറ്റർ. ഇനിയോ വീണ്ടും 5. 19ഉം 5ഉം 24. 24ാമത്തെ ലെറ്റർ ഏതാണ്? എക്സ്. സോ ദ ആൻസർ ഈസ് എസ് എക്സ്. നോക്കിയേ, 5 4 5 4 ആ ഒരു സീരീസിലാണത് പോകുന്നത്. ഓക്കെ, അടുത്തത്, ചൂസ് ദ മിസ്സിംഗ് ടേം
ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് Q1F S2E U6D W21C അടുത്തത് ഏതാണ്? നമുക്ക് നോക്കിയേ QRSTUVWXY. സോ ഫസ്റ്റ് ലെറ്റർ എന്താണ്? Y ആണ്. ഇനി അടുത്ത നമുക്ക് ലാസ്റ്റ് നോക്കാം. FEDC അടുത്ത എന്താണ്? B. ഇതിൻ്റെ ഇടയിലുള്ള ഈ വാല്യൂസ് ആണ് നമുക്ക് അറിയേണ്ടത്. ഇനി നോക്കിക്കോ ആ സീരീസ് 1 2 6 21 ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ? 1 × 1 എത്രയാണ്? 1 പ്ലസ് 1 എത്രയാണ്? 2. ഇനി അടുത്ത എന്താ? 2 × 2 4 പ്ലസ് 2 എത്രയാണ്? അത് വരില്ലല്ലോ, 6 അല്ലേ? അപ്പം അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. വൈയും ബി ആണ് നമ്മുടെ 2 ഡിജിറ്റ്സ് നമുക്കറിയാം, 2 ലെറ്റേഴ്സ്. ഇനി 1 2 6 21. അപ്പം എങ്ങനെയാണ്? 1 × 2 2 -1 1. ഇനി അടുത്തതോ 2 × 2 -2 എത്രയാണ്? 2 × 2 4 4 2 കുറച്ചാൽ എത്രയാണ്? 2. ഇനി അടുത്തത് എന്താണ്? അടുത്തത് 2 × 3 23 6. ഇതിലൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ വരില്ല. സാർ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, അവിടെ ഒന്ന് കട്ട് ചെയ്യണേ. ഇല്ല, അത് സ്റ്റോപ്പ് ചെയ്യണോ? ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറഞ്ഞാൽ പോരെ? നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാം. ചൂസ് ദ മിസ്സിംഗ് ടേം. Q1F S2E U6D W21C. വാട്ട് ഈസ് നെക്സ്റ്റ്? അങ്ങനെയല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നോക്കിയേ, Q R ഇല്ല, S T ഇല്ല, U V ഇല്ല, W അടുത്തത് എന്താണ്? X ഇല്ല, അടുത്തത് Y. അതേപോലെ ഇത് നോക്ക്, ഇത് റിവേഴ്സിലാണ് പോയിരിക്കുന്നത്. FEDC അടുത്തത് B. ഇനി നമുക്ക് ഈ ഒരു ഡിജിറ്റ്സ് കൂടി കിട്ടണം. നോക്കിയേ, 1 × 1 എത്രയാണ്? 1 പ്ലസ് 1 എത്രയാണ്? 2 അല്ലേ? അത് 2 × 2 4 പ്ലസ് 2 എത്രയാണ്? 6. ഇനിയോ 6 × 3 പ്ലസ് 3 എത്രയാണ്? 21 അല്ലേ? ഇനി അടുത്ത എന്ത് വരും? 21 × 4 പ്ലസ് 4 എത്രയാണ്? 84 പ്ലസ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 88. സോ Y 88, B ആണ് അടുത്ത ആൻസർ. ഓക്കെ, അടുത്ത സീരീസ് എന്ന് പറയുന്നത് എന്താണ്? Y88B. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ കറക്റ്റ് അൾട്ടർനേറ്റീവ് വിത്ത് ദ സീരീസ് K4J3RPQ2TV3A3. നമ്മളോട് ഇതിന് ഓർഡറിൽ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അത് ഏതാണ്? നോക്കിയേ, K4J3 പിന്നെയോ K4J3 RPQ. RPQ എവിടെയുള്ളത്? RPQ പിന്നെയോ RPQ2 K4J3 RPQ2TV3A3. ഇതാണല്ലോ അതിൻ്റെ കറക്റ്റ് ആൾട്ടർനേറ്റീവ് ഫോം അല്ലേ? ഇത് ഓപ്ഷനിൽ നിന്ന് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കുക, എന്നിട്ട് അതേ ഫോമിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the next letter chain ANT BOU CPV. What is next?
നമുക്ക് അതാണ് അറിയേണ്ടത്. എന്തൊക്കെയാണ് സീരീസ് തന്നിരിക്കുന്നത്? ANT BOU CPV. അടുത്തത് ചോദിച്ചിരിക്കുന്നത് അല്ലേ? നോക്കിയേ, ABC, നെക്സ്റ്റ് D, അതുപോലെ ഇതോ NOP, അടുത്തത് എന്താണ്? Q, പിന്നെയോ TUV, എന്തുവരും? W. സോ DQW ആണ് അടുത്ത സെറ്റ്. ഈ സീരീസിൽ അടുത്ത ഇത് വരുന്നത് എന്താണ്? DQW. ഓക്കെ, which letter should be in the place of missing term in the following series? G-IXKVMT. നോക്കിക്കോളൂ, GIXKVMT. ഇവിടെയാണ് നമ്മളോട് മിസ്സിംഗ് ടേം ചോദിച്ചിരിക്കുന്നത്. സോ 7, 9, 24, 11, 22, 30, 20 അങ്ങനെയാണ് പോകുന്നത്. സോ നോക്കിയേ, 7ഉം 2ഉം 9, 9ഉം 2ഉം 11, 11ഉം 2ഉം 13. അടുത്തതോ ഇത് നോക്കിയോ, 24 നിന്ന് 2, 20, 24 2 കുറച്ച് 22, 22 നിന്ന് 2 കുറച്ച് 20. അപ്പൊ 24 നിന്ന് 2 കൂട്ടുക, എത്രയാ? 26. 26ാമത്തെ ലെറ്റർ ഏതാണ്? Z ആണ്. ഓക്കെ ഓക്കെ അപ്പോൾ സീരീസിലുള്ള പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ക്ലബ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു ടോപ്പിക്കുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് യു.